നമുക്കിന്ന് പേളി ചേച്ചിയുടെ മുട്ട ചുരുട്ട് കറി ഉണ്ടാക്കിയാലോ. വീട്ടിൽ കുറെ പേരുണ്ടാകുമ്പോൾ പേളി ചേച്ചിയുടെ അമ്മ എല്ലാവർക്കും വേണ്ടി കഴിക്കാൻ ഉണ്ടാക്കിയ കറിയായിരുന്നു മുട്ട ചുരുട്ട് കറി. ആദ്യം നമുക്ക് മുട്ട ചുരുട്ട് ഉണ്ടാക്കാം. ചെറുതായി എറിഞ്ഞ ഉള്ളിയിലേക്ക് 6 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിന് നന്നായി ബ്ലെൻഡ് ചെയ്യുക. ഉപ്പിടാൻ മറക്കരുത്. ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് മുട്ട ഒഴിച്ച് അതിനെ ഓംലെറ്റ് ആക്കി മാറ്റാം. ഇങ്ങനെ തയ്യാറാക്കിയ ഓംപ്ലേറ്റിനെ ചുരുട്ടിയെടുക്കുക. എന്നിട്ട് അതിനെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇങ്ങനെ ഓരോരോ ഓംപ്ലേറ്റുകളും തയ്യാറാക്കി ചുരുട്ടിയെടുത്ത് കഷ്ണങ്ങളാക്കി മാറ്റി വെക്കുക. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ശേഷം പട്ട, ഗ്രാമ്പൂ, കശകശ, വെളുത്തുള്ളി, ഇഞ്ചി, സവാള എന്നിവ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നന്നായി മൂത്ത് വന്ന ശേഷം ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് കുറച്ച് കുരുമുളകും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം നന്നായി മൂത്ത് വന്നതിന് ശേഷം കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ശേഷം നന്നായി അരച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ തക്കാളിയും സവാളയും വേവിച്ചെടുക്കാം. പേളി ചേച്ചി ഇതിൽ 2 സ്പൂൺ പരിപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് അരച്ചു മാറ്റി വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി തിളപ്പിക്കുക. ശേഷം കഷ്ണങ്ങളാക്കി മാറ്റി വെച്ച ഓംപ്ലേറ്റ് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ പേളി ചേച്ചിയുടെ മുട്ട ചുരുട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.